കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഇനി ഏതാണ്ട് ഒരു വർഷം. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള തർക്കം സ്വാഭാവികമായും UDF-നുള്ളിൽ തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസിനുള്ളിൽ വേറെ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്ന കോൺഗ്രസ് ക്യാമ്പാണ് അതിന് തീ കൊടുത്തിരിക്കുന്നത്. മറ്റാരുമല്ല, രണ്ടാം നിര ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് തന്നെയാണ്. UDF ജയിച്ചാൽ അടുത്ത മുഖ്യമന്ത്രി ആയിരുന്ന ഒരു സർവേ പോലും ഇപ്പോൾ UDF-നകത്ത് തുടങ്ങിക്കഴിഞ്ഞു. ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് ആ സർവേയുടെ ഉത്തരവാദിത്തം UDF-ന് വേണ്ടിയും കോൺഗ്രസിന് വേണ്ടിയും ഏറ്റെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ ചില പ്രത്യേക നേതാക്കൾക്ക് വേണ്ടി അവർക്കറിയണം ആരാകും, താനാകുമോ അതോ മറ്റേയാളാകുമോ അടുത്ത മുഖ്യമന്ത്രി ജയിച്ചാൽ എന്നത്. VD സതീഷിനൊപ്പം രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നു എന്ന സൂചന ആദ്യമായി K മുരളീധരൻ നൽകിക്കഴിഞ്ഞു. അതായത് ഒരു മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചയ്ക്ക് K മുരളീധരൻ തുടക്കമിട്ട് കഴിഞ്ഞു. മുരളീധരൻ വരുന്നുണ്ട് വട്ടിയൂർക്കാവ് വീണ്ടും മത്സരിക്കാൻ എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. VD സതീഷിനൊപ്പം രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ട് എന്ന സൂചനയാണ് മുരളീധരൻ്റെ വാക്കുകൾ. മുരളീധരൻ എന്താ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുന്നതാണ് കോൺഗ്രസിൻ്റെ രീതി. പക്ഷേ അതൊരിക്കലും ആകാതിരുന്നിട്ടുള്ളൂ. അത് PT ചാക്കയുടെ കാലത്താണ്. അന്ന് PT ചാക്കയ്ക്ക് പകരം KPCC പ്രസിഡന്റായി വന്ന ശങ്കർ മുഖ്യമന്ത്രിയായി. പക്ഷേ അതിനുശേഷം പ്രതിപക്ഷ നേതാക്കന്മാർ തന്നെയാണ് UDF-ൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയായി വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വർഷമാണ് മുന്നിലുള്ളതെന്നാണ് എല്ലാ പാർട്ടികളെയും ഓർമ്മിപ്പിക്കുന്നതെന്ന് ഇതോടെ അടുത്തൊരു വെടി പൊട്ടിച്ചിരിക്കുകയാണ്. ആര്? മുസ്ലിം ലീഗ്. തെരഞ്ഞെടുപ്പ് വരികയാണ്, ഇനിയെങ്കിലും നിങ്ങൾ മുഖ്യമന്ത്രി ആയിരുന്നുള്ള അടിനിർത്തി ജയിക്കാനുള്ള വഴി നോക്കൂ എന്ന് കരഞ്ഞ് കാലുപിടിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PN സലാം. ജനത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് UDF-ന് ഉയരാൻ കഴിയണം. കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർ തന്നെ പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ ലീഗിൻ്റെ പ്രതീക്ഷയെന്നും PM സലാം പറയുന്നു. UDF-നെ ഭദ്രമാക്കാൻ എല്ലാ കക്ഷികളും ശ്രമിക്കണമെന്നാണ് ഇപ്പോൾ സലാം ആഹ്വാനം ചെയ്യുന്നത്. കാരണമുണ്ട്. കോൺഗ്രസിനെങ്ങാനും കൈവിട്ടു പോയാൽ പിന്നെ എല്ലാ ബാധ്യതയും മുസ്ലിം ലീഗിൻ്റെ തലയ്ക്കാണ്. മുസ്ലിം ലീഗിനാണെങ്കിൽ ഒരു മുന്നണിയെ ഒറ്റയ്ക്ക് ഭരിച്ച് ശീലവുമില്ല. എങ്ങാനും അതും ഉണ്ടാകും, അടുത്തിടെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ട് മുസ്ലിം ലീഗിന്. PK കുഞ്ഞാലിക്കുട്ടിക്കും പാണക്കാട് തങ്ങൾക്കുമൊക്കെ ആ ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ അതെങ്ങനെ എക്സിക്യൂട്ടീവ് ചെയ്യുമെന്നതിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് ഒരല്പം സംശയമുണ്ട്. അപ്പോഴാണ് K സുധാകരൻ്റെ അടുത്ത മറുപടി. KPCC അധ്യക്ഷ പദവിയിൽ നിന്നും തന്നെ ചർച്ച ചെയ്യാതെയാണ് മാറ്റിയതെന്ന് K സുധാകരൻ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല എന്ന് ഹൈക്കമാൻഡ് തന്നെ പറയുന്നു. അധ്യക്ഷ പദവിയിലെ മാറ്റം ചൂണ്ടിക്കാട്ടിച്ച് 2 തവണ സുധാകരനുമായി ചർച്ച നടത്തിയെന്ന് ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുന്നത് ദീപദാസ് മുൻഷിയുടെ റിപ്പോർട്ട് പ്രകാരമാണ്. പക്ഷേ ദീപദാസ് മുൻഷി ഈ സുധാകര ഫാക്ടർ എഫക്റ്റ് കൊണ്ട് തന്നെയാണ് ഇനി ഞാൻ ഈ കേരളത്തിലെ കോൺഗ്രസിനെ നന്നാക്കാൻ ഇല്ലേ എന്ന് പറഞ്ഞ് തിരികെ പോയത്. സുധാകരൻ സജീവമല്ലെന്നും അനാരോഗ്യം മുഖ്യ ശത്രുവാണെന്നും ദീപദാസ് മുൻഷിയെ ധരിപ്പിച്ചത് സംസ്ഥാന നേതാക്കൾ തന്നെയാണ്. അത് വച്ചാണ് ദീപദാസ് മുൻഷി സുധാകരൻ ഇനി പ്രസിഡന്റ് പദവിയിലിരിക്കാൻ അയോഗ്യനാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരു റിപ്പോർട്ട് ഹൈക്കമാൻഡിന് നൽകിയത്. സംസ്ഥാന നേതാക്കളെ കേട്ട ശേഷം മാത്രമാണ്. സുധാകരൻ്റെ പക്ഷേ ഇപ്പോഴത്തെ വിമർശനങ്ങളോട് പ്രതികരിക്കേണ്ട എന്നാണ് ഹൈക്കമാൻഡിൻ്റെയും സംസ്ഥാന ഘടകത്തിൻ്റെയും തീരുമാനം. എന്താണ് കാര്യം? സുധാകരൻ ഇപ്പോൾ വെറും ഒരു പ്രവർത്തക സമിതി അംഗമാണ്. 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളിൽ ഒരാൾ. മുമ്പ് രാജ്യത്തെ എല്ലാ PCC-ലെയും പോലെ അതിലൊന്നിൻ്റെ കേരളത്തിലെ അധ്യക്ഷനായിരുന്നു സുധാകരനെങ്കിലും ഇപ്പോൾ വരും AICC പ്രവർത്തക സമിതി അംഗമാണ്. അതുകൊണ്ട് തന്നെ സുധാകരന് കാര്യമായ റോളില്ലെന്നും സുധാകരൻ പറയുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ AICC പ്രതിനിധി സമ്മേളനത്തിൽ വന്നിരുന്ന് പറയട്ടെ എന്നുമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുധാകരൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നും ഹൈക്കമാൻഡ് കേരള ഘടകത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം KPCC അധ്യക്ഷ പദവി മാറ്റത്തിൽ തങ്ങളോട് ആലോചിച്ചിട്ടില്ലെന്ന് വലിയൊരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് PM സലാം. കാരണമുണ്ട്. UDF ഭരിക്കുന്ന UDF-നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ കക്ഷിയുടെ അധ്യക്ഷനെ തീരുമാനിക്കുമ്പോൾ തങ്ങളോട് UDF എങ്കിലും ഒരു വാക്ക് ചോദിക്കണമായിരുന്നു എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നത്. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ മുസ്ലിം ലീഗിനും ഉണ്ടായിരുന്നു ഒരു പേര്, ഒരു ഓപ്ഷൻ. അതെന്തായാലും ഇനി സാധിക്കില്ല. പക്ഷേ ഇങ്ങനെ വന്നാൽ UDF ചെയർമാൻ സ്ഥാനത്തേക്കെങ്കിലും തങ്ങളുടേതായിട്ടുള്ള ഒരാൾ വന്നിരുന്നെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ അണികളെ കൂടുതൽ അത് ബൂസ്റ്റ് ചെയ്തതിനെ എന്നൊരു അഭിപ്രായം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിനുണ്ട്. പക്ഷേ ഇനി അതവർ ഏത് വേദിയിൽ പറയുമെന്നതാണ് ഇപ്പോഴത്തെ സംശയം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ?
യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.